നമസ്കാരം. രാമോഹൻ പാലിയത്തിൻ്റെ ഒപ്പം സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിലുള്ള സന്തോഷം ആദ്യമേ പറയട്ടെ. പദലീലയാണ് സാഹിത്യം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മുടെ ഭാഷയിൽ പദലീല നടത്തുന്നതിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ് രാമോഹൻ പാലിയത്ത്. പദലീല സാഹിത്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. കളിക്കോട്ട എന്നുള്ള പേര് അത്തരം ഒരു പദലീലയാണ്. അധികാരത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും മാത്രമായിട്ടുള്ള കോട്ട എന്ന പദത്തിൻ്റെ ഒപ്പം കളി എന്ന് ചേർക്കുമ്പോൾ അധികാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലീല എന്ന് വിചാരിച്ചിരുന്ന ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മലയാളത്തിൽ കൽപ്പന എന്നൊരു വാക്ക് ഞാനങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഒരു ഡിഗ്രി, ഒരു ആജ്ഞ, ഒരു തീട്ടൂരം എന്നുള്ള അർത്ഥത്തിലാണ് കൽപ്പനയുടെ പ്രാഥമിക അർത്ഥം, രാജകൽപ്പന എന്നുള്ള അർത്ഥം. പക്ഷെ ഭാഷ സങ്കല്പിക്കുവാനുള്ള കഴിവിനെയും കൽപ്പന എന്ന് വിളിക്കുന്നു. സങ്കല്പനം, കൽപ്പനാവൈഭവം, കാൽപ്പനികൻ എന്നൊക്കെ പറയുമ്പോൾ സംതിങ് കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഭാഷ അതിൻ്റെ ആദ്യ ദശയിൽ തന്നെ അധികാരത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒന്നാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു നിദർശനം ഈ കൽപ്പന എന്ന വാക്കിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതിന് കളിക്കോട്ട എന്ന് പേരിടാൻ ആരോ ഒരാൾ കാണിച്ച ആ ക്രിയേറ്റിവിറ്റിയെ, സർഗാത്മകതയെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മാനിക്കുകയും ചെയ്യുന്നു. ഭാഷയെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ പുതിയ കാലത്തിൻ്റെ, ഞാൻ മാതൃഭൂമി ആഴ്ചപ്പത്തിൽ നിരക്ഷരതയുടെ നവകേരളം, നിരക്ഷരരുടെ നവകേരളം എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കൊണ്ടുമെല്ലാം ചെയ്യിക്കുകയുണ്ടായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയായിരുന്നു അത്. അതിലെല്ലാവരും പ്രായേണ എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പുതിയ തലമുറയ്ക്ക് നമ്മുടെ മാതൃഭാഷയുമായിട്ട് കാര്യമായ ഒരു നാഭീനാള ബന്ധം ഇല്ല എന്നുള്ളതാണ്. പെറ്റമ്മയായിട്ട് നമ്മുടെ ഭാഷയെ കാണുന്നില്ല, അല്ലെങ്കിൽ അമ്മയോട് തോന്നേണ്ടുന്ന പ്രകൃതിയോടും പുഴകളോടും മലകളോടും അന്തരീക്ഷത്തോടും പരിസ്ഥിതിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു മാതൃസ്വരൂപങ്ങളോടുള്ള ഒരു ആദരം നമ്മുടെ ഭാഷയിൽ നന്നായി കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. പുതിയ തലമുറ ഏറ്റവും അധികം കാണുന്നത് കൊറിയൻ വെബ് സീരീസുകളാണ്. ഞാനത് ആദ്യം അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ കരുതിയത്, നമുക്ക് ഈ യങ് അഡൾട്ട് സാഹിത്യമില്ല. നമുക്ക് ബാലസാഹിത്യമുണ്ട്, മുതിർന്നവരുടെ സാഹിത്യമുണ്ട്. ഇതിനിടയിൽ മുതിർന്നവർ, കുട്ടികളെപ്പോലുള്ളവരും വിഡ്ഢികളുമായിട്ടുള്ളവർക്കുള്ള പൈങ്കിളികളുണ്ട്. പക്ഷേ വളർന്നു വരുന്ന യൗവനത്തിലേക്ക് കാല് ഊന്നുന്ന ആരബ്ധ യൗവനർക്കായിട്ട് വായിക്കുവാനുള്ള വിഭവങ്ങൾ നമ്മുടെ ഭാഷയിൽ അന്നുമില്ല ഇന്നുമില്ല. ഇംഗ്ലീഷിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭാവം നികത്തുന്നതായിരിക്കാം ഈ കൊറിയൻ ഡ്രാമകളോടുള്ള അതിര് കടന്ന ഭ്രമം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ ഡോക്ടർ അളക് എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനും, അഴക് ആയിരിക്കണം, അത് അളകെന്നാണ് സ്പെല്ലിങ്, അഴക് എന്ന് പറയുന്ന ഒരു പ്രൊഫസറും പ്രിയലക്ഷ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകയും ചേർന്ന് എഴുതിയ ഒരു ലേഖനം വായിക്കേണ്ടായി. അതിൽ അദ്ദേഹം കൊറിയൻ ഭാഷയെ പറ്റിയുള്ള ഒരു പുതിയ, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് കൊറിയയിലെ ഒരു രാജാവ് AD 46 സംഘകാലത്തിൽ, നമ്മുടെ 1-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. ആ രാജകുമാരിയുടെ പേര് ചെമ്പവിഴം എന്നാണ്. ഹിയോ ഹാങ്കോ എന്നാണ് കൊറിയയിലെത്തിയപ്പോൾ അവർ പേര് സ്വീകരിച്ചത്. ആ വാക്കിൻ്റെ ഹിയോ ഹാങ്കോ എന്ന് വെച്ചാൽ ചുവന്ന പവിഴം എന്നാണ് കൊറിയൻ ഭാഷയിൽ. AD 1-ാം നൂറ്റാണ്ടിൽ കൊറിയയിലെത്തിയ, കൊറിയ എന്ന് വെച്ചാൽ വളരെ ദൂരെയാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് നമുക്ക് കടൽ കടക്കണം, പിന്നെ ബർമയിൽ ചെന്ന് കയറണം,
ബർമയിൽ നിന്ന് കരമാർഗം പോകണം. അതിൻ്റെ അപ്പുറത്ത് മഞ്ഞക്കടൽ എന്ന് പറയുന്ന ഒരു ഉൾക്കടൽ, ചൈനയുടെ ഒരു വലിയ ഭാഗം താണ്ടണം, പിന്നെ വീണ്ടും കടക്കണം. തെക്കൻ കൊറിയയിൽ വന്നു കയറണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട്, ഒരുപാട് ദേശങ്ങൾ, ഒരുപാട് ഭാഷകൾ, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അതെല്ലാം താണ്ടി ഈ രാജകുമാരി 1-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയപ്പോൾ ഒരു പരിവാര സമയത്താണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തതുകൊണ്ട് ഈ രാജകുമാരിയും അവരോടൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്ന പരിവാരങ്ങളും സ്വാഭാവികമായിട്ടും കൊറിയൻ ഭാഷ അജ്ഞാതമായതുകൊണ്ട് നമ്മുടെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ ആദ്യ ദ്രാവിഡ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അന്ന് നമ്മുടെ നിലവിലുണ്ടായിരുന്നു. മലയാളം ഉരുത്തിരിഞ്ഞിട്ടില്ല. തമിഴിൻ്റെ തന്നെ ഒരു പ്രാക്തന രൂപമായിരിക്കണം, അത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും ചേർന്നുള്ള ഗവേഷണത്തിൽ അവർ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടാണ് അവരവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് കൊറിയൻ ഭാഷ ഒരു രാജാവ് 16-ാം നൂറ്റാണ്ടിൽ പിന്നീട് രാജാവാണ് അതിനെ രൂപപ്പെടുത്തിയതെന്ന് പറയുന്ന ഒരു ഗ്രാമർ ഒക്കെ ചേർത്തിട്ട് കല്യാണത്തിൻ്റെ വാക്ക് കൊറിയയിൽ കൊയിലോൺ എന്നാണ്. കൊയിലോൺ എന്ന് പറഞ്ഞാൽ കല്യാണമാണ്. നമ്മുടെ ഇവിടെ നിന്ന് വന്നൊരു വാക്കാണ്. അതുപോലെ ഞാൻ എന്ന വാക്ക് തമിഴിൽ നാൻ എന്ന് പറയുന്നത് അവിടെ നാ ആണ്. പുല്ല് തന്നെയാണ്, പല്ല് തന്നെയാണ്. അങ്ങനെ 500ഓളം വാക്കുകൾ, നമ്മുടെ ദ്രാവിഡ ഭാഷയിലെ വാക്കുകൾ കൊറിയയിൽ ഉണ്ട്. അതിന് കാരണം ഈ പഴയ ബാന്ധവമാണ്, ഭാഷാ ബാന്ധവമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, മലയാളം വെറുത്തു തുടങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾ പക്ഷേ തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത് പോലെ, എവിടേക്കോ തൻ്റെ മാതൃസ്വരൂപത്തിൻ്റെ ആ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ കൊറിയൻ സീരിയലുകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവരുടെ വായിൽ, അവരുടെ കണ്ണിൽ, അവരുടെ മനസ്സിൽ മലയാളത്തിൻ്റെ ആദിമമായ ഭാഷയുടെ പദങ്ങളുടെ സ്വനിമത്തിൻ്റെ ആ ഭംഗികൾ ഇറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അത് മാറി നിന്ന് നോക്കുമ്പോൾ അതൊരു പുതിയ ഉൾക്കാഴ്ചയായിട്ട് തോന്നുകയും ചെയ്യുന്നു. കാരണം ഇംഗ്ലീഷ് മാത്രം പ്രചരിക്കുന്ന, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 500 വാക്കുകൾ മലയാളത്തിൻ്റെ വെച്ചാൽ നമ്മുടെ ആദ്യ ദ്രാവിഡത്തിൻ്റെ, തമിഴുമായിട്ട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഭാഷകളുടെ, നമ്മുടെ മൂലപദങ്ങളുടെ 500 വാക്കുകളുടെ തത്സമം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ കുട്ടികളുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും 500-600 വാക്കുകളെ മലയാളമുള്ളൂ, ഇതല്ലാത്ത മലയാളമുള്ളൂ. അപ്പോൾ അവരുപയോഗിക്കുന്ന അവർക്ക് സ്വായത്തമായിട്ടുള്ള ഭാഷയുടെ വലിയൊരു ശേഖരം കൊറിയൻ ഭാഷകളിൽ നിന്ന് അവരറിയാതെ കിട്ടുന്നത്. അങ്ങനെ അതാ മലയാളം എന്ന് ചോദിച്ചിട്ട് ആസ്വദിക്കുന്നതല്ല ഞാൻ പറയുന്നത്. എവിടെയോ രക്തത്തെ തിരിച്ചറിയുന്നത് പോലെയുള്ളൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഹിയോ ഹാങ് കോ എന്ന് പറയുന്ന രാജകുമാരിക്ക് നന്ദി പറയുന്നു, ഇവിടുന്ന് പണ്ട് കല്യാണം കഴിച്ചു പോയ ആളായതുകൊണ്ട്. ഈ വാക്കിൻ്റെ ലീല എന്ന് പറയുന്നത് വിപരീതാർത്ഥത്തിലും വരും, സ്നേഹം മാത്രമല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, കുംഭമേള നടക്കുന്നിടത്ത് ഒരു ആകാശവാണിയുടെ ഒരു പ്രത്യേക പ്രക്ഷേപണ വിങ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് കുംഭവാണി എന്നാണ്. ഞാനത് കുറേ നേരം അതിനെപ്പറ്റി ആലോചിച്ചു. ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ഓൾ ഇന്ത്യ റേഡിയോ നടപ്പിൽ വന്നപ്പോൾ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ അതിനിട്ട പേര് ആകാശവാണി എന്നാണ്. അതായത് വാക്കിൻ്റെ വാണി എന്ന് വെച്ചാൽ വാക്കാണ്, സരസ്വതി ദേവിയുമാണ്. ആകാശം പോലെ തുറന്ന വാക്ക് എന്നുള്ളതൊരു മഹാകവിക്ക് മാത്രം കൈവശം വരുന്ന ഒരു വാക്കാണ്. അദ്ദേഹം ശാന്തിനികേതനെ ഒരു സർവകലാശാലയായിട്ട് വലുതാക്കിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥാപിച്ച ശാന്തിനികേതനത്തിന് അദ്ദേഹം ഒരു സർവകലാശാലയെ വലുതാക്കിയപ്പോൾ അദ്ദേഹം അതിനിട്ട പേര്, ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിട്ട് പോലും വിശ്വഭാരതി എന്നാണ്. ഭാരതി എന്നല്ല, വിശ്വവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ആകാശവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, വിപുലമായ ഒരു മാനവീയതയുമായി മനുഷ്യനെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ദർശനത്തിൻ്റെ ഉടമകളായിരുന്നു നമ്മുടെ പഴയ കാലത്തിൻ്റെ ആളുകളെല്ലാം. അത് കൈമോശം വരുന്നു, ഭാഷയോടുള്ള സ്നേഹം കൈമോശം വരുന്നു, മാതൃഭാഷയോടുള്ള പ്രേമം, വാത്സല്യം കൈമോശം വരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ അത് കാറിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയ പയ്യൻ, അവൻ വെറും ഡ്രൈവറാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, സാർ ഞാൻ ഇവിടെ PhD ചെയ്യുന്ന സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്തെല്ലാം PhD ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ മലയാളത്തിലെ സാഹിത്യോത്സവങ്ങളെ പറ്റിയാണ് PhD ചെയ്യുന്നത്. ഇപ്പോൾ 16 സാഹിത്യോത്സവങ്ങൾ കേരളത്തിലുണ്ട്.
മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ, മനോരമയുടെ ഹോർത്തൂസ്, DC-യുടെ KLF തുടങ്ങിയ പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളുടെ ഒപ്പം കൊച്ചു സാഹിത്യോത്സവങ്ങൾ വരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ട പാലസിൽ അടുത്ത കാലത്ത് ഒരു സാഹിത്യോത്സവം നടക്കുന്നത്. 2 or 3 ഇപ്പോൾ 3-ാം സെഷനാണോ അത്? 3-ാമത്തെ സെഷനായി. അപ്പം ഉടനെ നോട്ട് എടുത്തിട്ട് അത് കുറിച്ച് വെച്ചു. അത് ഞാൻ വിട്ടുപോയി, എൻ്റെ ഗവേഷണത്തിൽ അതും ചേർക്കണം. 17-ാമത്തെ സാഹിത്യോത്സവമായിട്ട് ഈ ക്രാഫ്റ്റിനെ അവൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സാഹിത്യോത്സവങ്ങൾ നടക്കുമ്പോൾ, അക്ഷരോത്സവങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു 4x4 റിലേ ഓട്ടത്തിൽ ബാറ്റൺ കൈമാറുന്ന ആ നിമിഷമാണ് നടക്കുന്നത്. 2 ദിവസം 3 ദിവസം 4 ദിവസം നടക്കുമ്പോൾ ആദ്യത്തെ ലാപ്പ് ഓടിയെത്തുന്ന ആൾ രണ്ടാമത്തെ ആളിലേക്ക് ഒപ്പം ഓടിക്കൊണ്ട് ആ ബാറ്റൺ കൈമാറുന്നത് പോലെയുള്ള ഒരു കൈമാറ്റത്തിൻ്റെ സമയമാണിത്. അല്ലാതെ സാഹിത്യം നമ്മുടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ ഓടി വന്ന ഒരു ഊർജത്തെ ഒരു ബാറ്റൺ കണക്ക് അടുത്ത ആളിലേക്ക്, അത് സദസ്സിലേക്ക്, വേദിയിൽ നിന്ന് സദസ്സിലേക്ക് മാത്രമല്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒരു ബാറ്റൺ കണക്ക് കൈമാറുന്നൊരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ വേദിയിൽ പൗലോസ് സാറിൻ്റെ സാന്നിധ്യം നമ്മളെ ദൃശ്യപരമായിട്ട് തന്നെ അത് കാണിക്കുകയാണ്. നമ്മുടെ മുതിർന്ന ഒരു ഗുരുനാഥൻ നമ്മുടെ ഈ ചടങ്ങിനെ നമുക്ക് തന്നെയും സ്വയം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, ആത്മാദരം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ നിന്ന് പകർന്നു തരുന്ന, അദ്ദേഹം വെളിച്ചം കൊളുത്തുമ്പോൾ പ്രകാശിതമാകുന്ന പുതിയ മനസ്സുകളെ കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. വാക്കുകളുടെ കലർപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഓർത്തത് പെട്ടെന്ന് ഹൈക്കോടതി എന്ന് പറയുന്ന വാക്കാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു മലയാളം വാക്കാണ് ഹൈക്കോടതി. ഹൈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കും കോടതിയും കൂടി ചേർന്നിട്ടുള്ള വാക്ക്. അപ്പോൾ അതുപോലെ കുറച്ച് പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള വാക്കാണ് കുളിസീൻ. ഇത് ഇങ്ങനെ വാക്കുകളുടെ സങ്കരമുണ്ട്. അങ്ങനെയും കൂടിയാണല്ലോ ഈ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഭാഷയിലെ വാക്കുകൾ ഉണ്ടാവുന്നത് തന്നെ ശരിക്കും എഴുത്തുകാരോ UGC അധ്യാപകരോ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു ഒരു ശാസ്ത്രജ്ഞനോ കൈത്തൊഴിലുകാരനോ ഒക്കെ ഉണ്ടാക്കുമ്പോഴുള്ള അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നീര എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഒരു സാഹിത്യകാരനോ എഴുത്തുകാരനോ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരു നീര ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. പിന്നെ സായിപ്പ് പറയുന്നത് ഈറ്റ് ദ ഫ്രോഗ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഈറ്റ് ദ ഫ്രോഗ് ആദ്യം ബുദ്ധിമുട്ടുള്ള ഒരു ഡാർക്ക് സീൻ. ഇപ്പോൾ നമ്മളെ പുതിയ കുട്ടികളുടെ ഭാഷ ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സുഭാഷിൻ്റെ ഈ സെഷന് വേണ്ടി കൂടിയും ഒരിക്കൽ കൂടി സുഭാഷിൻ്റെ ബോഡി ഓഫ് വർക്ക് കഥാലോകത്തിൽ കൂടെ കടന്നു പോകുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായ ഒരു ഡാർക്ക് സീൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ രാമു എന്ന് പറയുന്ന ക്ലാസിക് നോവലിൽ തുടക്കത്തിൽ തന്നെ മരണമുണ്ട്. ജഡം എന്ന സങ്കല്പം എന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായ ഗംഭീരമായ കഥയിലും അങ്ങനെ മരണം ധാരാളം കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം സൈനുൽ ആബിദിൻ്റെ മനോഹരമായ കവർ തന്നെ അതിൻ്റെ ഒരു ജനനവും മരണവും കാണിക്കുന്ന ഈ മനുഷ്യരാമുഖത്തിൻ്റെ 1-ാം പതിപ്പിൻ്റെ കവർ തന്നെ അങ്ങനെയായിരുന്നു. അതുപോലെ ആത്മഹത്യ, നമ്മുടെ സമുദ്രശീല ആത്മഹത്യ ആയാലും ഒരുപാട് കഥകളിൽ ജീവിതത്തെപ്പറ്റി പറയുമ്പോഴും എപ്പോഴും മരണം കടന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ് സുഭാഷ്. എപ്പോഴും മരണത്തെപ്പറ്റി അതിനെ പല രീതിയിൽ അഭിമുഖീകരിക്കുന്ന പല വലിയ എഴുത്തുകാരെയും പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഡാർക്ക് ചോദ്യം അല്ലെങ്കിൽ ഒരു ഡാർക്ക് സംശയം ചോദിച്ചുകൊണ്ട് അടുത്ത ഒരു ആലോചനയിലേക്ക് കിടക്കാന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എപ്പോഴും മിക്കപ്പോഴും ഈ മൃത്യുവിനെ തന്നെ ഇങ്ങനെ നമ്മുടെ അയ്യപ്പ പണിക്കരുടെയൊക്കെ ഒരു പാരമ്പര്യം തുടർന്നുകൊണ്ട് തന്നെ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹൈക്കോടതി പോലെ, കുളിസീൻ പോലെ, മലയാളവും ഇംഗ്ലീഷും ചേർന്ന ഒരു വെങ്കലം പോലെ ഒരു സംഗതിയാണ് ജീവിതത്തിൽ മൃത്യുവും ജീവിതവും എന്ന് ഞാൻ കരുതുന്നു. അതൊരു കൂട്ടുപദമാണ്. ഒരു പകുതി മരണവും മറുപകുതി ജീവിതവുമായിട്ടുള്ള ഒന്നിനെയാണ് എഴുത്തുകാർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം ആലുവപ്പുഴയുടെ തീരത്താണ്. അതിൻ്റെ അപ്പുറം തച്ചൻ്റെ നാടായിട്ടുള്ള ഉളിയന്നൂരാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സർഗാത്മക പ്രതിഭ എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് പെരുന്തച്ചൻ. നമ്മുടെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ ശേഷിപ്പുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് ചരിത്രപരമായ സാധ്യത കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിന്. ഞങ്ങളുടെ കടുങ്ങല്ലൂരിനും ഈ ഉളിയന്നൂരിനും തച്ചൻ്റെ ഉളിയൻ്റെ ഊരാണ് ഉളിയന്നൂർ. ഉളി പിടിച്ചവനാണ് ഉളിയൻ്റെ ഊരാണ് അത്. ഇതിനിടയിലൊരു 10 മീറ്റർ വീതിയിൽ പുഴയുണ്ട്. ഞങ്ങളുടെ നാട്ടിലാവട്ടെ തച്ചനെ സംബന്ധിക്കുന്ന ഒരു വിശ്വാസം, ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ഈ ഒരു കോഴി ഉണ്ടല്ലോ, എന്താണ് കാലം കോഴി എന്ന് പറയുന്ന കോഴി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലിരുന്ന് കൂവും എന്നാണ്.
അപ്പോൾ ഈ കാലംകുഴിയുടെ കോവിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവരും പൊതുവായിട്ട് കേരളത്തിൻ്റെ വിശ്വാസമാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലത് പെരുന്തച്ഛൻ്റെ ഉളി വീണ് കഴുത്ത് കണ്ടിച്ചു പോയ മകൻ്റെ പുനർജന്മമാണ് കാലംകുഴി. കാലംകുഴി മൂങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണെന്ന് അറിയാമല്ലോ. അത് നമ്മൾ വിചാരിക്കുന്നതല്ല, കോഴിയല്ല, മൂങ്ങയാണ്. പ്രത്യേകിച്ച് അതിൽ ഈ മൂങ്ങയുടെ കഴുത്തിൻ്റെ പ്രത്യേകത സയൻസ് പറയുന്നത് 160 ഡിഗ്രിയിൽ കഴുത്ത് തിരിക്കാൻ പറ്റും, നേരെ പിന്നിലേക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഒളി വീണ് കഴുത്ത് മുറിഞ്ഞു പോയാൽ പുനർജനിച്ചാൽ മിക്കവാറും ഇതിങ്ങനെ തിരിക്കാൻ പറ്റുമായിരിക്കണം. അതുകൊണ്ടാണ് അത് കാലംകോഴിയായി പോയതെന്നാണ് വിശ്വാസം. അപ്പോൾ അക്കരെ ക്രിയേറ്റിവിറ്റിയുടെ സൃഷ്ടിയുടെ ഒരു നാടും ഇക്കരെ മരണത്തിൻ്റെ ദൂതിൻ്റെ ഒരു നാടും. ഞാൻ കുട്ടിക്കാലം മുതലേ ഒരു 10-15 വയസ്സ് വരെ കടുത്ത ആസ്തമ രോഗിയായതുകൊണ്ട് എൻ്റെ ജാതകം നോക്കിച്ചിട്ട് അമ്മ പറഞ്ഞ് 22 വയസ്സിൽ ഞാൻ മരിക്കും എന്നാണ് എൻ്റെ ജാതകത്തിലുള്ളത്. അത് കടന്നു കിട്ടി രക്ഷപ്പെടും എന്നാണ്. ഇത് അത്രയൊന്നും പരിഗണനയില്ലാതെ എൻ്റെ അമ്മ എന്നോട് കൂടെ കുട്ടിക്കാലത്ത് പറയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും 22 വയസ്സ് വരെ ഉള്ളൂ, അതങ്ങോട്ട് ആഘോഷിക്കാമെന്ന് എഴുതിയിട്ട് 22 വയസ്സ് വരെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ആളാണ് ഞാൻ ജീവിതം. പക്ഷേ കഷ്ടകാലത്തിന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഒരു പുഴയുടെ ഒരു ചെറിയ വീതി കൊണ്ട് വേർതിരിക്കപ്പെട്ട മരണത്തിൻ്റെയും സൃഷ്ടിയുടെയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പുഴയിലാകട്ടെ മിക്കവാറും എല്ലായ്പ്പോഴും, എല്ലാ വർഷക്കാലത്തും അല്ലാത്തപ്പോഴും, വർഷകാലങ്ങളിൽ കൂടുതലും അല്ലാത്തപ്പോഴും ഇടയ്ക്കിടയ്ക്കുമായിട്ട് മനുഷ്യരുടെ ശവശരീരങ്ങളൊന്ന് അടിയുമായിരുന്നു. കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ആലുവപ്പുഴ വലിയൊരു ഒരു വളവെടുക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് കടുങ്ങല്ലൂർ. അതിൻ്റെ കാരണം ഈ വളവാണ്. ഈ പുഴയുടെ ഒഴുക്ക് നേരെ വന്ന് ഗ്രാമത്തെ ആക്രമിക്കും. അവിടെ കണ്ടലുകളിൽ, ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന ശവശരീരങ്ങൾ കണ്ടലിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കടവ്. മുല്ലപ്പള്ളി കടവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരാണത്. മുല്ലപ്പള്ളി കടവിൽ എപ്പോഴും ഇതിങ്ങനെ കുടുങ്ങിക്കിടക്കും. എൻ്റെ കൂടെ പല അജ്ഞാതരുടെയും ബോഡികൾ അവിടെ കണ്ടിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ അയൽവക്കത്ത് സർവൻ്റായിട്ട് ജോലി ചെയ്ത ലീല എന്ന് പറഞ്ഞ സ്ത്രീയെ കുറേ കാലം കാണാതാവുകയും അവസാനം ഈ കണ്ടലിൽ കുടുങ്ങിയ നിലയിൽ അവരുടെ ബോഡി കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവർ മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നുവെന്ന്. മരണവെപ്രാളത്തിൽ അവർ പെറ്റുപോയി ഇരുന്നു. കുട്ടി പൊക്കിൾ കൂടി വിട്ടുപോകാത്ത കുഞ്ഞ്, രണ്ടുപേരും ഡെഡ് ബോഡികളായിട്ടാണ് കാണപ്പെട്ടത്. കുഞ്ഞ് ഈ പൊക്കിൾ കൂടി വിട്ടുപോകാതെ കുറച്ച് അപ്പുറത്ത് പുഴമീനുകളും പുഴുക്കളും തിന്നുന്ന 2 ശവശരീരങ്ങളായിട്ട് തടിച്ചു വീർത്ത് കിടക്കുന്നുണ്ട്. ആ ദൃശ്യം എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഇന്നും മഥിക്കുന്ന ഒരു ദൃശ്യമാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞത്, മരിക്കുന്ന ഒരു ദേഹത്തിൽ നിന്ന് അവസാനത്തെ ജീവൻ്റെ സാധ്യത തേടി നമ്മുടെ ബാക്കി നേരത്തെ പറഞ്ഞ ബാറ്റൺ റിലേ പോലെ പ്രാണൻ്റെ ഒരു റിലേ കൈമാറ്റം നടക്കും. ആ കുഞ്ഞ് അവർ സ്വമേധയാ മുക്കിയതല്ല, മരണവിപ്രാളത്തിൽ കുഞ്ഞ് പുറത്തേക്ക് ചാടിപ്പോയതാണ്. കുഞ്ഞും മരിച്ചു. അങ്ങനെ കിടക്കുന്ന ദൃശ്യം. അപ്പോൾ അന്ന് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ മരണവിപ്രാളം കൊണ്ട് പെറ്റുപോകുന്നതാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ 28-29 വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ഞാൻ പോയി കാണുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു ബന്ധുവിൻ്റെ പരിചയക്കാരൻ്റെ ശവശരീരം, ആത്മഹത്യ ചെയ്ത ശരീരം. എനിക്കന്ന് 10 വയസ്സ്, ചേട്ടൻ ഞാനായിട്ടൊരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പേരമരത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. അവിടുന്ന് എന്തോ കാരണം കൊണ്ട് ഓടിപ്പോകുന്നതാണ്. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഉയരത്തിൽ 6 അടിക്കുന്ന ആൾ അദ്ദേഹമായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ക്രിക്കറ്റ് കളിയിലെ ഒരു താരമായിരുന്നു അദ്ദേഹം. അനിച്ചേട്ടനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിച്ച് പാൻറ്റിട്ടിട്ട് ഷർട്ടിട്ടിട്ട് ആണ് മരിച്ചു കിടന്നിരുന്നത്. അപ്പോൾ കൗതുകം കൂടി ഞങ്ങൾ കുട്ടികളെല്ലാം പോയി നിന്നു. നമ്മൾ കുറച്ച് ഈഗർനെസ് അധികമുള്ള കുട്ടിയായതുകൊണ്ട് എപ്പോഴും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നു. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ മഹസർ എഴുതുന്ന കോളങ്ങളിൽ ഒരു പ്രത്യേക കോളം സെമൻ എന്ന് എഴുതിയിരിക്കണം. അതായത് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന പോലീസുകാരുടെ ഒരു മാർഗം ഈ അടിവസ്ത്രം അഴിച്ചിട്ട് ശുക്ലം സ്രവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ അമ്മാവന്മാരിൽ ഒരാൾ പറഞ്ഞു, അതവിടെ ചർച്ചയായപ്പോൾ പറഞ്ഞു, ഇതെന്തിനത് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മാവന്മാർ, അത് പ്രാണൻ പോകുമ്പോൾ മനുഷ്യരിൽ അവശേഷിക്കുന്ന പ്രാണനുകൾ പുതിയ മേഖലകൾ തേടി പുറത്തേക്ക് ചാടും, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മരണത്തെപ്പറ്റിയും ജനനത്തെപ്പറ്റിയും അല്ലെങ്കിൽ ജീവൻ്റെ തുടർ സാധ്യതയെപ്പറ്റിയുമുള്ള 2 സങ്കല്പങ്ങളെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ 2 സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ. ഒന്ന്, ഒരു സ്ത്രീയുടെ മരണം, അവരുടെ കുട്ടിയുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധം വിടാത്ത കുട്ടിയുമായിട്ടുള്ള ഒന്ന്. 2, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് പുറത്തിയാടി അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയുടെ ഒരു കാഴ്ച ആയിട്ട് എൻ്റെ കുട്ടിക്കാലത്തുണ്ട്. അപ്പോൾ ഒരു കൊലക്കുടുക്കിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് മരണമുണ്ട്, ഒരു പൊക്കിൾക്കൊടിയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് മരണമുണ്ട്, ഒരു പുഴയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് മരണവും ജീവിതവും ഉണ്ട് എന്നുള്ളത്
എൻ്റെ എഴുത്ത് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എഴുതുമ്പോൾ അതിനകത്ത് മരണം വരും. മരണത്തെ കല്ലിൽ കൊത്തുമ്പോൾ ശില്പമാകുന്നു, മരണത്തെ അക്ഷരത്തിൽ കൊത്തുമ്പോൾ സാഹിത്യമാകുന്നു, മരണത്തെ സ്വരത്തിൽ കൊത്തുമ്പോൾ സംഗീതമാകുന്നു എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അശരണനായ മനുഷ്യൻ്റെ പ്രപഞ്ചത്തെയോ ദൈവത്തെയോ നോക്കിയുള്ളൊരു വലിയ നിലവിളിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമുക്കറിയാം, ഒരു വലിയ സമൂഹ മാധ്യമങ്ങളിലൊരു വലിയ വിവാദം നടക്കണം. നമ്മുടെ രാജശേഖരൻ്റെ മാതൃഭൂമി ഫെസ്റ്റിവലിൽ PK രാജശേഖരൻ എന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നിരൂപകൻ്റെ ഒരു മാതൃഭൂമി കഴിഞ്ഞ ദിവസം നടന്ന മാതൃഭൂമി ഫെസ്റ്റിവലിലെ പ്രസംഗത്തെ സംബന്ധിച്ച് ഒരു വലിയ വിവാദം നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൻ്റെ പശ്ചാത്തലം പലപ്പോഴും കേരളത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകും? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പല ബെസ്റ്റ് സെല്ലറുകളും, നല്ല പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലറുകളും രണ്ടാണ്. എൻ്റെ എല്ലാം സെറ്റിങ് പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് വിദേശ രാജ്യങ്ങളോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള ഉത്തരേന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ പണ്ട് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ടൊണാലിറ്റിയോടുകൂടിയാണ് രാജശേഖരൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഹരിദാസ് സാവിത്രി സിൻ എന്ന് പറയുന്ന നോവലിലൂടെ ചെറിയ പ്രായത്തിൽ സാഹിത്യ അക്കാദമി ആദ്യത്തെ നോവലിലൂടെ തന്നെ സാഹിത്യ അക്കാദമി സുഭാഷ് ചന്ദ്രനെ പോലെ ആദ്യത്തെ നോവലിലൂടെ തന്നെ വലിയ അതിനൊരു മറുപടിയായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഈ വിവാദം നടക്കുമ്പോൾ ഞാൻ ഈ സുഭാഷ് ചന്ദ്രൻ്റെ ആഗോള പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഗംഭീരമായ മാസ്റ്റർ പീസുകളെ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ അതിനെപ്പറ്റി പണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥ. അപ്പോൾ ഈ പുതിയ വിവാദത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇനി ഒരിക്കലും മലയാളികൾ ഇതുവരെ എഴുതിയിട്ടില്ലാത്തതും ഇനി എഴുതാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വൈവിധ്യമാർന്ന ആഗോള പശ്ചാത്തലമുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രാമോഹൻ, നമ്മുടെ എഴുത്ത് ആരംഭിക്കുന്നത് ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന ഒരു ബംഗാളി നോവലിൻ്റെ വിവർത്തനം മലയാളത്തിൽ വന്നുകൊണ്ടാണ്. ദേശവനിത എഴുതിയ അത് മലയാളത്തിൻ്റെ കഥയല്ല. അവിടം തുടങ്ങുന്ന നമ്മുടേതല്ലാത്ത ഒരുപാട് കഥകൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ മുതിർന്നത്. നാലപ്പാട്ട് നാരായണമേനോൻ പാവങ്ങൾ വിവർത്തനം ചെയ്തതാണ് നമ്മുടെ ഗദ്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാഷയുടെ താളക്രമത്തെ നിശ്ചയിച്ചതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു വിവർത്തന കൃതിയാണെങ്കിൽ പോലും അതിനാൽ സ്വാധീനിക്കപ്പെട്ട ഗദ്യമാണ് അക്കാലത്തിൻ്റെ മിക്കവാറും എല്ലാ എഴുത്തുകാരും പിൻപറ്റിയതും ഞാനടക്കമുള്ള പുതിയ കാലത്തിലെ എഴുത്തുകാർ തുടരുന്നതുമായിട്ടുള്ള ഭാഷാ ശൈലി. ബംഗാളിൽ നിന്ന്, വംഗദേശത്ത് നിന്ന് വന്ന, അല്ലെങ്കിൽ മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, ഹിന്ദിയിൽ നിന്ന് വന്ന ഒരുപാട് വിവർത്തന കൃതികൾ ആണ് മലയാള കൃതികൾ എന്നതുപോലെ തന്നെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നമ്മുടെ ഈ കൗമാര യൗവന ബാല്യ കൗമാര യൗവനങ്ങളിലെ വായനയിലെ പ്രധാന പങ്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് വന്നതിനെ സ്വീകരിക്കുന്ന അതേ മനസ്സിൻ്റെ തുടർച്ചയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് അവിടങ്ങളെ സങ്കല്പിക്കുവാനുള്ള ഒരു പുതിയ കാലത്തിൻ്റെ പ്രവണത എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വാസ്തവത്തിൽ കാലം നമ്മളെ പഠിപ്പിച്ചതാണ്, നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ച ഒരു സിദ്ധിയാണ്. ഇപ്പോൾ നമ്മുടെ EP ശ്രീകുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാംസപ്പോര് എന്ന് പറയുന്ന നോവൽ സുമോ ഗുസ്തിക്കാരുടെ കഥയാണ്. ഇങ്ങനെ തിന്നു കൊഴുപ്പിച്ച് 40-45 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകാൻ വിധിക്കപ്പെട്ട സുമോ ഗുസ്തിക്കാർക്ക് അവർ തയ്യാറെടുപ്പുകളും ഒക്കെ പറയുന്ന കഥ. വലിയ വലിയ പുസ്തകമാണ്. ജപ്പാനിലെ സുമോ ഗുസ്തിക്കാരുടെ ജീവിതത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും മലയാളത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരൻ ഇങ്ങേയറ്റത്തുള്ള കേരളത്തിലൊരു കൊച്ചു ഭാഷയിലിരുന്നുകൊണ്ട്. മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊൽക്കത്തയിലെ, ബംഗാളിലെ ഒരു കഥയാണ്. TD രാമകൃഷ്ണൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന് തൊട്ടു മുമ്പുള്ള സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്ന പുസ്തകം ശ്രീലങ്കയിലെ കഥയാണ്. അങ്ങനെ എത്രയോ ഭാഷയിൽ അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ വരുന്നത് അതിനെ പ്രതിലോമപരമായിട്ടല്ല നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഭാഷ, നമ്മുടെ ദേശത്തിൻ്റെ കഥകൾ മാത്രമല്ല, ഇന്ത്യയിലെ ഇതര ഭാഷകളുടെയും സംസ്കാരത്തിൻ്റെയും കഥകൾ മാത്രമല്ല, ലോകത്തിൻ്റെ കഥകൾ പോലും സർഗാത്മകമായി സങ്കല്പിച്ച് സാക്ഷാത്കരിക്കുവാൻ പാകത്തിന് എക്യുപ്പഡായിരിക്കുന്നു
വൈഭവവും ആർജിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് വാസ്തവത്തിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എൻ്റെ കഥകളെപ്പറ്റി രാമോഹൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ ആദ്യത്തെ കഥ എഴുതിയത് ഘടികാരം നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞ കഥ 21 വയസ്സിൽ മഹാരാഷ്ട്രയിൽ ലാത്തൂരിൽ ഭൂകമ്പം നടന്നതിനെ പറ്റിയാണ്. അത് ഞാൻ എറണാകുളം പ്രദേശം വിട്ട് പുറത്തേക്ക് പോകാത്ത ഒരാളാണ്. ഞാൻ കോഴിക്കോട്ട് അതിൻ്റെ സമ്മാനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ ജഡ്ജിമാരിൽ ഒരാളായിട്ട് NP മുഹമ്മദ് എന്നോട് പറയുന്നത് സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം സുഭാഷ് ചന്ദ്രൻ എന്നാണ് വിളിക്കും. അതാണ് യഥാർത്ഥ വാക്കെന്ന് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. നന്നായി ഭാസിക്കുന്ന പൂർണ്ണേന്ദ്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് വേണമെന്ന് കരഞ്ഞ് വാശി പിടിച്ചിട്ടാണ് എനിക്ക് ആ പേരിട്ടത്. എനിക്കിതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. മഹാനാവണം എന്നുള്ള ഒറ്റ ദുരുദ്ദേശം മാത്രമേ 5 വയസ്സിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ, താങ്കൾ മഹാരാഷ്ട്രയിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ എറണാകുളം വിട്ടിട്ട് ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാവുന്നില്ല. അപ്പോൾ ചെന്ന് അനുഭവിച്ചാൽ മാത്രമേ അനുഭവാത്മകമായിട്ടോ യാത്രാവിവരണപരമായിട്ടോ സ്മരണക്കുറിപ്പ് പോലെ ഉള്ള ഒന്നല്ല ക്രിയേറ്റിവിറ്റി എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ലാക്കിങ് അത്തരം കമൻറ്റുകളിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ടാർസൻ എഴുതിയിട്ടുള്ള എഡ്ഗാർ റൈസ് ബറോസ് കാട് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങൾ കണ്ടിട്ടില്ല. യുലീസിസ് എഴുതിയ ജെയിംസ് ജോയ്സ് സ്വന്തം വീട് വിട്ട് പുറത്തു പോകാൻ മടിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് അഥവാ പോവുകയാണെങ്കിൽ ഭാര്യയുടെ ഉപയോഗിച്ചൊരു വസ്ത്രം കീശയിലിടുമായിരുന്നു അത്ര. അത് നൊസ്റ്റാൾജിയ വരുമ്പോൾ കൂടെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പോൾ ഭാവന ചെയ്യുവാനുള്ള, ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ സ്വർഗത്തെയും നരകത്തെയും ദാന്തെ ഡിവൈൻ കോമഡിയിൽ നരകത്തിൻ്റെ അടരുകളെ വർണ്ണിക്കുമ്പോഴൊന്നും അത് പോയി കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ മേശപ്പുറത്തിരുന്നു കൊണ്ട് ലോകാന്തരങ്ങളെ സങ്കല്പിക്കുവാനും സംസ്കാരാന്തരങ്ങളെയും ഭാഷാന്തരങ്ങളെയും സ്വാംശീകരിക്കുവാനുമുള്ള സിദ്ധിയുടെ പേരാണ് യഥാർത്ഥത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ ക്രിയേറ്റിവിറ്റിയുടെ നിദർശനങ്ങളായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നമസ്കാരം കൊടുക്കുകയാണ് വേണ്ടത്, അതിനെ വിമർശിക്കുകയല്ല. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് തർക്കങ്ങളുണ്ടാകും. അത് എത്രമാത്രം ഫലവത്തായി സാക്ഷാത്കരിക്കുവാൻ ആ എഴുത്തുകാരന് സാധിച്ചു എന്നുള്ളതിനെ പറ്റി വിമർശനങ്ങളാവാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് സ്വയം ഒരു ക്രിമിനൽ കുറ്റമായിട്ടോ ക്രൈമായിട്ടോ കാണാൻ പാടില്ല എന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ വാൻഗോഗിൻ്റെ പൊട്ടറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് നോക്കിയിരുന്നപ്പോൾ തോന്നിയ ഒരു ആശയമായിരുന്നു ഉരുളക്കിഴങ്ങ് തിന്നുന്ന എൻ്റെ കഥ. അദ്ദേഹം അതൊരു ചെറിയ വീട് സ്റ്റുഡിയോ ആയിട്ട് വാടകയ്ക്ക് എടുത്ത ഉരുളക്കിഴങ്ങ് കൃഷിക്കാരെ ആ മേശയ്ക്ക് ചുറ്റുമായിട്ട് ഇരുത്തിയിട്ട് മോഡൽ ചെയ്തിട്ട് വരപ്പിച്ച ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിൽ ആദ്യത്തേതെന്ന് പിൽക്കാല നിരൂപകർ പറഞ്ഞെങ്കിലും അന്ന് അദ്ദേഹം വളരെ പ്രതീക്ഷാ പുരസ്സരം അത് പൊട്ടറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് അവതരിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ ടോർസോ വരയ്ക്കുവാൻ പോലും, ടോർസോ എന്ന് വെച്ചാൽ ഈ കൈകാലുകൾ ചെതിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉരസും മുദ്രവും ചേർന്ന ഭാഗം ടോർസോ വരയ്ക്കുവാൻ പോലും വൈഭവം ഇല്ലാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് നിരൂപകന്മാർ അന്ന് ചെയ്തത്. അപ്പോൾ എന്നിട്ട് അത്രയും ഗംഭീരനൊരാൾ തൻ്റെ മരണശേഷം ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ആംസ്റ്റർഡാമിലിരുന്നു കൊണ്ട് ചിത്രകലയിൽ ഒരു പുതിയ വഴിത്തിരിവ്, ഒരു പുതിയ ഭാവുകത്വം സൃഷ്ടിച്ച ആ മഹാമനുഷ്യന് അദ്ദേഹം അറിയാത്ത ഒരു നൂറ്റാണ്ടിലിരുന്നു കൊണ്ട്, അദ്ദേഹം അറിയാത്ത ഒരു ദേശത്തിരുന്നു കൊണ്ട്, അദ്ദേഹം ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത മലയാളം എന്ന് പറയുന്ന ദേശത്തിരുന്നു കൊണ്ട് ഒരു ചെറിയ കലാകാരൻ അർപ്പിച്ച ഒരു ആദരമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത്. ആ 5 പേരെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളായി സങ്കല്പിക്കുകയും 5 പേരും ഈ കഥ മുഴുവൻ വായിച്ചതിൻ്റെ അവസാന വരി വായിക്കുമ്പോൾ ആ വരിയാണ് വാൻഗോഗ് വരച്ചത് എന്ന് തോന്നിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു രചനാശൈലിയാണ് അനുസ്വീകരിച്ചത്. അതാണ് സൃഷ്ടിയുടെ ഉന്മാദം നമ്മളെ പ്രകോപിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത്. അങ്ങനെ പകർന്നാടുവാൻ അസാധ്യമെന്ന് അന്യഥാ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ചെന്ന് തൊടുവാനുള്ള ഒരു സന്ദർഭത്തെ നമ്മൾ ഒഴിവാക്കിയില്ല. അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ തയ്യാറെടുത്ത സന്ദർഭത്തിൽ 4 റഷ്യൻ യുവാക്കൾ ഈ രാത്രി ബോംബിട്ട് സ്റ്റാലിൻ തകർക്കുമെന്ന് ഉറപ്പുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ലെനിൻഗ്രാഡ് എന്നും ഒക്കെ പേര് മാറ്റിയ നഗരമാണത്. അവിടെ മരണത്തെ കാത്തിരിക്കുന്ന 4 യുവാക്കൾ, നഗരം മുഴുവൻ വിട്ടൊഴിഞ്ഞു പോയ ആളുകളുടെ ഒടുക്കം അവശേഷിക്കുന്ന 4 പേർ അവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തെ പ്രതിയുള്ള അവരുടെ, നേരത്തെ പറഞ്ഞ പോലെ മരണത്തിൻ്റെ ഒരു 12-ാം മണിക്കൂറിൽ ജീവിതത്തെ പറ്റിയുള്ള അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന കഥയാണ് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ കഥ ഞാൻ എഴുതി. അതിപ്പോൾ നാടകമായിട്ടൊക്കെ ഞാൻ പിന്നീട് മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സങ്കല്പിക്കാനുള്ള ആ ത്രില്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പരകായ പ്രവേശം മാത്രമല്ല, പരദേശ പ്രവേശം കൂടി, പരഭാവപ്രദേശം കൂടി നമുക്ക്. പരദേശപ്രവേശത്തെ പറ്റി പറഞ്ഞപ്പോൾ സുഭാഷിൻ്റെ കഴിഞ്ഞ മാസത്തെ പ്രസംഗം ഞാൻ ഓർത്തു, മറ്റേ പെരുവനത്തുള്ള ഷേക്സ്പിയറിനെ പറ്റി പറഞ്ഞല്ലോ, അതുകൂടി ഒന്ന് പറയാം.
അത് ഷേക്സ്പിയറിനെ പറ്റി അത് ആനുഷംഗികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതെനിക്ക് എല്ലാവർക്കും അറിയാമെന്ന് ധരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞെങ്കിലും അപ്പോഴാണ് മനസ്സിലായത് ആർക്കും അറിയില്ല എന്നുള്ള കാര്യം. രാമോഹൻ എന്നോട് അന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് രാമോഹൻ എന്നേക്കാൾ വിവരമുള്ള ആളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഷേക്സ്പിയറിനെ ഒരു ലോക എഴുത്തുകാരനായിട്ട് നമ്മൾ പരിഗണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ വിചാരിക്കുന്ന ഒരു കാരണം, അദ്ദേഹം ലോകഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിലെ ഏറ്റവും മികച്ച കൃതികൾ എഴുതി എന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ എഴുത്തച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് അധ്യാത്മരാമായണവും മഹാഭാരതം എഴുതുന്ന സന്ദർഭത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തരങ്ങളായ നാടകങ്ങളും ഭാവഗാനങ്ങളും രചിച്ചു എന്നാണ് നമ്മുടെ ഒരു പൊതു സാമാന്യ ധാരണ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നൊന്നായിട്ട് 38 നാടകങ്ങളോ മറ്റോ ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടത് 10-15 ഉള്ളൂ. നമ്മളെല്ലാവരും ആദരവോടെ വായിക്കുന്ന കൃതികൾ 15-16 ഉള്ളൂ. ആ 36 നാടകങ്ങളുടെയും പ്ലോട്ട്, സംഭവം നടക്കുന്ന സ്ഥലം എടുത്താൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അതൊന്നും ഇംഗ്ലണ്ടിൽ നടക്കുന്നതല്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്ന നായകന്മാരുമല്ല. നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത്, ഞാൻ എൻ്റെ ലിസ്റ്റ് ആ വാതിൽ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പുതിയ അറിവാണെന്ന് ജനത്തിനെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനത് എഴുതാൻ ശ്രമിച്ചത്. ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ 1, 2, 3 നാടകങ്ങൾ മാത്രമേ, അത് തന്നെ പ്രധാനപ്പെട്ട നാടകങ്ങളുമല്ല. ഇംഗ്ലണ്ടിനെ ഭൂമികയാക്കുകയും ഇംഗ്ലീഷിനെ ഒരു മാതൃഭാഷയായി പരിഗണിക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നതായിട്ടുള്ള നാടകങ്ങൾ അദ്ദേഹം വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഒഥല്ലോ, ഹാംലെറ്റ്, ജൂലിയസ് സീസർ തുടങ്ങിയ എല്ലാം നടക്കുന്നത് ഇംഗ്ലണ്ടിന് വെളിയിലാണ്. ഇംഗ്ലീഷുകാരായ കഥാപാത്രങ്ങളെല്ലാം. ഇപ്പോൾ മാർക്ക് ആൻ്റണി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നേരിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ വിദൂര ദേശങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ ദിഗ്വിജയം നടത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളാവുന്നൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്, 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ആരംഭദശയിൽ എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ ഇതര ദേശങ്ങളിലെ നായകന്മാരെ, ഇതര ദേശങ്ങളിലെ കഥകളിലെ നായകന്മാരെ സ്വന്തം ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് ഷേക്സ്പിയർ ചെയ്തത്. അപ്പോൾ ലോകത്തിന് ഈ പറഞ്ഞ നേരത്തെ ചോദിച്ചതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണത്. ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പി ശ്രീകുമാർ അടക്കമുള്ള മേര അടക്കമുള്ള ആളുകൾ ചെയ്തത് ഷേക്സ്പിയർ 16-ാം നൂറ്റാണ്ടിൽ ചെയ്തു. ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട്, ആ ചെറിയ ദ്വീപിലിരുന്നു കൊണ്ട്, അദ്ദേഹത്തിന് അന്ന് പരിമിതമായ ഗൂഗിളൊന്നും വരാത്ത ഒരു കാലത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതമായ വിവരശേഖരണ സാധ്യതകളെ മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ, വ്യത്യസ്ത ഭാഷകളുടെ, വ്യത്യസ്ത ദേശങ്ങളുടെ കഥകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ആവിഷ്കരിച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്ര പ്രചാരം കിട്ടിയതെന്നാണ് ഞാൻ കരുതുന്നത്. നേരെ തിരിച്ചാണ്. ആ കഥകൾ ഇത്രയും വൈഭവത്തോടെ ലോകത്തിൻ്റെ കഥകൾ പറയുവാനുള്ള ഒരു ഗുരുനാഥൻ കണക്കുള്ള ഒരു പ്രതിഭാശക്തി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഷേക്സ്പിയർ ലോകാരാധ്യനായി തീർന്നത്. മറിച്ച് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടല്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടാൽ ബഹുമാനിക്കുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് ബഹുമാനം തോന്നേണ്ടതില്ല. അതൊക്കെ ജോലികൾ തന്നെയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന എഴുത്തുകാരനായതുകൊണ്ടാണ്. എഴുത്തുകാരനാവട്ടെ, നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പോൾ സാഹിത്യോത്സവങ്ങൾ, സാഹിത്യത്തിൻ്റെ മാത്രമല്ല ഇതര മേഖലകളിലുള്ളവരെ കൂടി നമ്മൾ ഉൾച്ചേർക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഗ്ലാസ് നിർമ്മിക്കുവാനുള്ള വൈഭവമുള്ള ഒരാളെ നമ്മൾ നമസ്കരിക്കുന്നില്ല, ഈ വിളക്ക് നിർമ്മിച്ച ആളെ നമ്മൾ നമസ്കരിക്കുന്നില്ല. ഇത്തരമൊരു ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് ഒരു വഞ്ചി നിർമ്മാതാവിനെ നമ്മൾ വിളിക്കുന്നില്ല. എന്നാൽ അവർ അതിനകത്ത് കാണിക്കുന്ന അർപ്പണബോധവും ആ സൂക്ഷ്മതയും ഏകാഗ്രതയും അതിൻ്റെ സമഗ്രമായിട്ടുള്ള ശില്പ നിർമ്മാണത്തിലുള്ള ആ കുശലത്വവും പ്രയോഗിക്കാത്ത എത്രയോ തുച്ഛന്മാരായ എഴുത്തുകാരെ നമ്മൾ വിളിച്ച് ആദരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറുകഥ എഴുതുമ്പോൾ അത് അക്ഷരം കൊണ്ടുള്ള ക്രാഫ്റ്റാണെന്നും അക്ഷരങ്ങളിൽ ഒരു തച്ചൻ പണിയെടുക്കുന്ന പോലെ പണിയാണ് ചെയ്യുന്നതെന്നും, നോവൽ എഴുതുമ്പോൾ അദ്ദേഹം ആത്യന്തികമായിട്ടൊരു കലാകാരനാണ് എന്നും ഒരു സ്രഷ്ടാവാണെന്നും അല്ലാതെ വാക്കുകൾ അടുക്കി വ്യാകരണത്തിട്ട് നിരത്തി വയ്ക്കുന്ന ഒരാളല്ല എന്നും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നും ഉള്ളൊരു സാമാന്യ ധാരണ എഴുത്തുകാരൻ ആദ്യം വേണം. ഏതുപോലെ ഒരു മാവിൻ്റെ തടി കിട്ടിയാൽ ഒരു വഞ്ചി ഉണ്ടാക്കുന്ന അജ്ഞാതനായിട്ടുള്ള ഒരു ശില്പി എത്രമാത്രം അതിൻ്റെ കേവ് ഭാരം, വെള്ളത്തിലിറങ്ങിയാൽ അത് മുങ്ങാത്ത രീതിയിൽ അതിനെത്രമാത്രം കൃത്യമായിട്ട് ആക്യുറേറ്റായിട്ട് കൃത്യതയോടെ അത് നിർമ്മിക്കുന്നുവോ അവന് കിട്ടാത്ത ബഹുമാനം പത്മശ്രീയും പത്മഭൂഷണവും നമ്മൾ വഞ്ചി നിർമ്മാതാവിന് കൊടുക്കുന്നില്ല. അവൻ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അവനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള സൃഷ്ടിപരത ആവശ്യമായിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്ന ഈ ഇടപാടിൽ വളരെ നിസ്സാരമായിട്ട് വിചാരിച്ചത് ചെയ്യുകയും പ്രശസ്തിയോ കുപ്രസിദ്ധിയോ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നത് നമ്മൾ വിളിച്ച് ആദരിക്കുന്നു, അറിഞ്ഞോ അറിയാതെ. അവരും വരട്ടെ, അവരും വരേണ്ടതല്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുമ്പോൾ ഈ ഒരു സർഗാത്മകതയോടുള്ള വിപരീത
ധ്രുവത്തിലുള്ള ഒരു ഇത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കടുങ്ങല്ലൂരിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന സുര എന്ന പയ്യൻ്റെ, അന്ന് സുര എന്നാണ് അദ്ദേഹത്തിനെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ആ ക്രിക്കറ്റ് പ്രേമത്തെക്കുറിച്ച് പറയാതെ അവസാനിപ്പിക്കാൻ ഒരിക്കലും നമുക്കത് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തൃപ്പൂണിത്തുറ കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ തലസ്ഥാനവും ഹൃദയസ്ഥാനമാണ്. തലശ്ശേരി തലസ്ഥാനമാണെന്നും തൃപ്പൂണിത്തുറ ഹൃദയസ്ഥാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുഭാഷിനൊരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്, സച്ചിൻ പല കളികളും കളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ ക്രിക്കറ്റ് ജീവിതം, ക്രിക്കറ്റ് ഓർമ്മകളെന്ന് പറയാം. എൻ്റെ ക്രിക്കറ്റ് ജീവിതം തകർക്കുവാനായിട്ട് സച്ചിൻ പല കളികളും കളിച്ചു എന്നാണ് ആ വാചകം. ഞാൻ ക്രിക്കറ്ററാവും എന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു. 2 ഇന്നിങ്സുകളുടെ ടെസ്റ്റുകൾ ഞങ്ങൾ CNS എന്ന് പറയുന്ന ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഞാനാണ് അതിൻ്റെ ക്യാപ്റ്റൻ, തൃഷ്ണ എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബും തമ്മിൽ എല്ലാ ഞായറാഴ്ചകളും തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചകളിൽ എനിക്ക് ഉറക്കമുണ്ടാവില്ല. കാരണം പിറ്റേന്ന് എനിക്ക് എടുക്കേണ്ടുന്ന റണ്ണിനെ പറ്റി ആലോചിച്ചുകൊണ്ടുള്ള എൻ്റെ കൈയൊക്കെ ഞൊട്ട പിടിച്ച് പണ്ടാറടങ്ങുന്ന ദിവസമായിരുന്നു. അതെ, അതിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച മൈതാനം മക്കിരക്കുഴി എന്ന് പറഞ്ഞ മൈതാനത്തിൽ ഇപ്പോൾ വലിയൊരു ഫ്ലാറ്റ് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഫ്ലാറ്റിൻ്റെ 9ാം നിലയിൽ ഇരുന്നു കൊണ്ടാണ് ജിതേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനാ മുതലേ നായകൻ മരിക്കുന്നത്. റമ്മ് കഴിച്ചുകൊണ്ട് കശുവണ്ടി കൈ തന്നെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് 9ാം നിലയിൽ ഇരുന്നു കൊണ്ട് ജിതേന്ദ്രൻ മരിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ എൻ്റെ നോവൽ ആരംഭിക്കുന്നത്. ഞാൻ പ്രതീകാത്മകമായിട്ട് കടുങ്ങല്ലൂർ വിട്ട് കോഴിക്കോട്ടേക്ക് പോയപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു വലിയ സങ്കടം കുട്ടിക്കാലത്തിൻ്റെ ആ ക്രിക്കറ്റ് മൈതാനം നഷ്ടപ്പെട്ടതായിരുന്നു. അവിടെ മഴക്കാലത്ത് മുഴുവൻ വെള്ളം കയറും. ഒരു കുഴിയാണ്, അക്കിരക്കുഴി എന്നാണ് എൻ്റെ പേര്. മഴക്കാലത്ത് വെള്ളം കയറും. എവിടെയോ മറിഞ്ഞിരിക്കുന്ന മത്സ്യങ്ങളുടെ വിത്തുകൾ ജീവൻ പൊട്ടി മുളച്ചിട്ട് നിറച്ച മത്സ്യങ്ങളായി മാറും. അപ്പോൾ അത് അക്കാലത്ത് അത് മീൻ പിടിക്കാനുള്ളൊരു കുളമായിട്ട് മാറും. മഴക്കാലത്ത് വഞ്ചി ഇറക്കാനുള്ളൊരു തടാകമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ 2 തരത്തിലുള്ള ഭാവാന്തരം എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിരുന്നു. അത് വെയിൽ തെളിഞ്ഞ് വെള്ളം വറ്റുമ്പോൾ അത് വെയിൽസ് ഒരു ക്രിക്കറ്റ് മൈതാനമായിട്ട് മാറുന്നു, ലോർഡ്സ് ആയി മാറുന്നു, മെൽബണും ആയി മാറുന്നു, ചിന്നസ്വാമി സ്റ്റേഡിയം ആകുന്നു. മഴക്കാലം വരുമ്പോൾ അത് പെട്ടെന്ന് മൂടിക്കെട്ടി കറുത്ത് കുളമത്സ്യങ്ങൾ പുളയ്ക്കുന്ന ഒരു കുഗ്രാമത്തിലെ ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ 16ാം വയസ്സിൽ സെഞ്ചുറി അടിച്ചപ്പോഴാണ് ഞാൻ ബാറ്റ് താഴെ വെച്ചത്. കാരണം എനിക്കന്ന് 17 വയസ്സുണ്ട്. എന്നേക്കാൾ 1 വയസ്സിന് ഇളയ ഒരാൾ കയറിയിട്ട് ഇങ്ങനെ മെച്ചപ്പെട്ട പ്രകടനം നടത്തി എന്നെ തകർത്ത് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ. ഞാനത് വേണ്ട എന്ന് കരുതി, ഇനിയും കളിക്കുന്നില്ല എന്ന് കരുതുകയും എഴുത്തിലേക്ക് മാറാം, കുറച്ചും കൂടി സാധ്യതയുള്ളപ്പോൾ എടുത്ത് പോയി പിടിക്കാം എന്ന് വിചാരിച്ചു. എന്നാലും ഇന്ത്യക്കൊരു നല്ല ക്രിക്കറ്ററെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്രിക്കറ്റ് എന്ന പോലെ തന്നെ വലിയ സംഗീതത്തിൻ്റെ നാടാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ സുഭാഷാണെങ്കിൽ ഇവിടെ പലർക്കും അറിയാവുന്ന പോലെ ഒരു ഗംഭീര ഗായകൻ കൂടിയാണ്. സംഗീതം ഒരു ജന്മവാസന പോലെ എന്തോ ഒന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഹാർമോണിയം പഠിക്കാൻ പോയിട്ടുള്ള ഒരാളായിരുന്നു. അമ്മയുടെ ഗുരുനാഥൻ അമ്മയോടൊപ്പം പഠിച്ച സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പൊളിച്ചോടി പോയതുകൊണ്ട് അമ്മയുടെ സംഗീത ജീവിതം തകർന്നു എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തുടർന്നു. അവളെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അവളും മൊത്തം ഒളിച്ചോടി പോയി എന്നാണ് പറയാം. ഹാർമോണിയത്തിലെ ചില സ്വരസ്ഥാനങ്ങൾ അമ്മ എപ്പോഴും മനപ്പാടം എന്നെ പറഞ്ഞു കേൾപ്പിക്കും. അതെനിക്ക് കാണാപ്പാടാണ്. ഇവിടെ അത് പറയുന്ന ആലോചന അതിന് സമയമില്ലാത്തതുകൊണ്ടില്ല. അപ്പോൾ കടുങ്ങല്ലൂരിലൊരു എസ് ഹരിഹരൻ നായർ എന്ന് പറഞ്ഞിട്ട് 2 കൈയും ഇല്ലാത്തൊരു സംഗീത വിദ്വാൻ, നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷേ പ്രീമിയേറ്റേഴ്സിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ നഷ്ടപ്പെട്ടതാണ്. ഹാർമോണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ 2-3 വീട്ടിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീടാണ്. പൂശാപ്പി എന്ന് പറയുന്ന കഥാപാത്രം മനുഷ്യനാമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പിതാവാണ്. പുന്നക്കാപ്പള്ളി ശങ്കരപ്പിള്ളയുടെ ഷോർട്ട് ഫോമാണ് പൂശാപ്പി എന്ന് പറയുന്നത്. അത് പൂവമ്പറമ്പത്ത് ശാശ്വതൻ പിള്ള എന്നാണ് നോവലിൽ ഞാൻ മാറ്റി എഴുതിയിട്ടുള്ളത്. അവർ ജ്യേഷ്ഠാനുജന്മാർ. അദ്ദേഹത്തിൻ്റെ അനുജനൊരു ബാബു ചേട്ടനും അസലായിട്ട് ഓടക്കുഴൽ വായിക്കുമായിരുന്നു. അവർ 2 പേരുമാണ് നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ വലിയ സംഗീത ഗുരുനാഥന്മാർ. ഇദ്ദേഹം ഹാർമോണിയം വായിക്കും, ബാബു ചേട്ടൻ ഓടക്കുഴൽ വായിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വോക്കലിലേക്ക് തിരിയുകയും സരിഗ സംഗീതാലയം എന്ന് പറയുന്ന സംഗീത സ്ഥാപനം തുടങ്ങിയും ഏതാണ്ട് ഒരു 10,000-ലധികം കുട്ടികളെ സംഗീതം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ
ഈ വീട്ടിൽ നിന്ന് എപ്പോഴും സംഗീതത്തിൻ്റെ പാഠങ്ങൾ, ആദ്യത്തെ പാഠങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടാണ് കുട്ടിക്കാലം മുഴുവൻ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഈ ആസ്തമക്കാരനായ കുട്ടി ആയതുകൊണ്ട് അമ്മ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടില്ല. കാരണം ശ്വാസം വലിക്കാൻ പോലും എന്നെ പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ പാട്ട് പാടും എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അത് കേട്ട് ദൂരെ നിന്നുകൊണ്ട് അത് കേട്ട് എനിക്ക് ചില പാഠങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. എല്ലാത്തിനോടുമുള്ളൊരു കൊതിയുള്ളൊരു മനുഷ്യനായതുകൊണ്ട് സംഗീതത്തോടും കൊതിയുണ്ടായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാണ്ട് ഞാനതിനകത്തൊരു വല്ലഭൻ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വലിയ ഗായകനെ പറ്റിയുള്ളൊരു പുസ്തകം. അതിന് കാരണം നമ്മൾ ചെയ്യുന്ന കുറച്ച് കൃതജ്ഞതകളുണ്ട്, മലയാളി ചെയ്യുന്ന കുറച്ച് കൃതജ്ഞതകളുണ്ട്. ഇപ്പോൾ മദ്യം ഉണ്ടാക്കരുത്, ഉപയോഗിക്കരുത്, കുടിക്കരുത്, വിൽക്കരുത് എന്ന് പറഞ്ഞ ഒരു മഹാനായ ഗുരുനാഥനെ, സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മ തിരുനാളിന് മദ്യം കുടിക്കുക മാത്രമല്ല വ്യാജമദ്യം കുടിച്ച് കണ്ണും ജീവനും കളഞ്ഞ ഒരുപാട് പേരും വൈപ്പിൻ കരയിൽ നടന്നു. അവിടെ നിന്നാണ് ഞാൻ പെണ്ണ് കിട്ടിയിട്ടുള്ളത്. അത് വലിയ ഗുരുനിന്ദയായിരുന്നു. നമ്മൾ ആരാണോ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞ ആൾ, അയാളുടെ ചതയദിനാഘോഷത്തിന് ഈ വ്യാജമദ്യം കഴിച്ച് കണ്ണും ജീവനും കുറേ പേര് മരിച്ചു. 100 പേരോളം കണ്ണ് നഷ്ടപ്പെട്ടു, അന്ധതയിലേക്ക് പോയി. അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്ധതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനുഷ്യനാമല്ല ഇത് എഴുതിയിട്ടുണ്ട്. 50 വർഷത്തിലേറെ നമ്മുടെ ജീവിതത്തിന് പിന്നണി പാടിയ യേശുദാസിനെ പറ്റി പറയുമ്പോൾ സംഗീതത്തെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പോലും ശബ്ദം കൊള്ളാം എന്നൊക്കെ പറയും. അതായത് സംഗീതത്തിൽ വലിയ പിടിയില്ല എന്നാണ് അർത്ഥം. ഞാനത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞപ്പോൾ ചുള്ളിക്കാട് പറഞ്ഞു, നീ അങ്ങനെ പറയുന്നവരോട് ചോദിക്കടാ, സാഗരങ്ങളെ പാടി ഉറക്കിയ പാട്ട് പറഞ്ഞിട്ട് അതിനകത്ത് സ്വരസ്ഥാനങ്ങൾ പറയാമോ എന്ന് ഈ പറയുന്ന ആളോട് ചോദിക്കുക. അയാൾക്ക് അറിയണ്ടായിരിക്കും. നമുക്കിതിങ്ങനെ എല്ലാവരെയും വിലയിരുത്താൻ, ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളാണ്. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഡോണ്ട് ജഡ്ജ് അതേഴ്സ് എന്നാണ് ക്രിസ്തു പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കരുതെന്നാണ്. പക്ഷെ മലയാളി മാർക്ക് ഇടുന്നതിൽ ഭയങ്കര വിദഗ്ധനാണ്. യേശുദാസോ, അയാൾക്കൊരു 30 മാർക്ക് കൊടുക്കാം 100-ൽ. പിന്നെ താങ്കൾ എത്ര മാർക്കും? MD രാമനാഥൻ, മഹാരാജപുരം സന്താനം എന്നൊക്കെ പറയും. MD രാമനാഥൻ്റെ 2 വരികളൊന്ന് പാടി കേൾപ്പിക്കാമെന്ന് വെച്ചാൽ അയാൾക്ക് അറിയില്ല. MD രാമനാഥൻ്റെ ഒരു 10 കൃതികൾ അദ്ദേഹം പാടി പ്രശസ്തമായിട്ടുള്ള 10 കൃതികൾ പറഞ്ഞാൽ അയാൾക്ക് അറിയില്ല. പക്ഷേ അയാൾ അറിയാമെന്ന് നടിക്കുന്നു. ഇങ്ങനെ പെരിഫറലായിട്ട് പുറംപൂച്ച് മാത്രം കാണിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഹൃദയത്തിൻ്റെ ആദരം എന്ന് പറയുന്ന സംഗതി ഇല്ല. യേശുദാസിനെ പറ്റി ജേർണലിസ്റ്റിക്കായിട്ട് 10,000-കണക്കിന് ലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ 50 വർഷം നമ്മുടെ മണ്ണിൽ നിന്ന് മുളച്ച ഏറ്റവും അമൂല്യമായ ഒരു ശബ്ദം കൊണ്ട് നമ്മളെ പാടി സന്തോഷിപ്പിച്ച ആ വലിയ പ്രതിഭാശാലിയെ പറ്റി ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അക്കിത്തത്തെ ബഹുമാനിക്കുന്ന അക്കിത്തം യേശുദാസിൻ്റെ എഴുതാൻ പിറന്നാളിന് ഒരു സപ്തതി നമസ്കാരം പോലെ ഒരു കവിത എഴുതി എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ രാമോഹൻ വിശ്വസിക്കില്ല. സക്കറിയ തന്നെ എഴുതിയത് 25 വർഷം മുമ്പ് എഴുതിയത് യേശുദാസ് വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് ലേഖനമാണ്. അത് പിന്നെ തിരുത്തിയിട്ട് എനിക്ക് തെറ്റുപറ്റിയെന്ന് മാറ്റി എഴുതി. അപ്പോൾ ഈ കൃതജ്ഞതയുടെ ഒരു വലിയ സാമ്രാജ്യം മലയാളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ ഗുരുനിന്ദയുടെ, കൃതജ്ഞതയുടെ, നന്ദികേടിൻ്റെ, ഇതിപ്പോൾ ഞാൻ സമുദ്രശീലം ആവിഷ്കരിക്കാൻ ശ്രമിച്ച അതാണ്. ഈ അമ്മ രൂപങ്ങളോട്, മാതാവിനോട്, മാതൃഭാഷയോട്, മാതുലന്മാരോട് ഒക്കെയുള്ള എല്ലാം അറിയാൻ നടിക്കും. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. CV രാമപിള്ള എന്നൊക്കെ പറയും. പക്ഷേ ശ്രീരാമപിള്ള ഏതെങ്കിലും കഥാപാത്രത്തെ പേര് വെച്ച് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ നടിച്ചാൽ മാത്രം മതി, ഉള്ളിൽ വേണ്ടാന്ന് തോന്നിക്കുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് യേശുദാസ് ക്യാപിറ്റലാണ്. യേശുദാസിൻ്റെ ശബ്ദമാണ് എനിക്ക് മലയാള ഭാഷയോടുള്ള എൻ്റെ ഇഷ്ടം കൂട്ടിച്ച ഒരു സംഗതി. അത് എനിക്ക് തുറന്നു പറയേണ്ടതുണ്ട്. അതിനുശേഷം യേശുദാസിനോടൊപ്പമോ അതിനേക്കാൾ മികച്ചവരോ ആയിട്ടുള്ള ഒരുപാട് ഗായകന്മാരുടെ ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഗസലുകളുടെയൊക്കെ ഒരു നിത്യ ആരാധകനാണ്. മെഹദി ഹസനെയാണ് ഞാൻ എൻ്റെ ദൈവമായിട്ട് വിചാരിക്കുന്ന ഒരാൾ. എന്നാൽ യേശുദാസ് ഒട്ടും താഴെയല്ല എന്ന്. മെഹദി ഹസൻ കോട്ടയ്ക്കൽ ചികിത്സയ്ക്കായി വന്നു കിടന്നു. ഇപ്പോൾ പാകിസ്ഥാനി ഗായകനാണ്, അറിയാം. ലതാ മങ്കേഷ്കർ വിവാഹം കഴിക്കാതിരിക്കുന്ന മെഹദി ഹസനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ്. അത് ദൈവം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് മെഹദി ഹസൻ്റെ തൊണ്ടയിലാണ് എന്ന് പറഞ്ഞതാണ് അവരുടെ മറുപടി. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ, ഞാനും എൻ്റെ ഒരു സുഹൃത്തുകൂടി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഏറ്റവും മഹാശബ്ദങ്ങളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് 2-3 ശബ്ദങ്ങളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ. ഒന്ന് സ്വയം അങ്ങ്, 2 ഗുലാം അലി, ജഗ്ജീത് സിംഗ്. അങ്ങയുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മഹാശബ്ദമായിട്ട് അങ്ങ് ആരെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ 3 പേരെയും ചുറ്റിക്കറങ്ങുന്നത്? നിങ്ങളുടെ യേശുദാസ് സാഹിബിൻ്റെ അത്രയും വലിയ ശബ്ദമാണോ എൻ്റെ എന്ന് ചോദിച്ചു.
അതായത് ഒരു മലയ്ക്ക് മറ്റൊരു മലയെ കാണാൻ എളുപ്പമാണ്. കാരണം അവർ ഉയരങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ അപ്പുറത്ത് മലയെ കാണാൻ പറ്റും. ചെറിയ കുന്നുകൾക്ക് ഇത് കാണാനേ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെറിയ കുന്നുകളായി നിന്നുകൊണ്ട്, മൊട്ടക്കുന്നുകളായി നിന്നുകൊണ്ട്, കുറ്റിക്കാടുകളായി നിന്നുകൊണ്ട് നമ്മൾ സർവരെയും വിധിക്കുന്ന ആളുകളാണ്. യേശുദാസിനോടുള്ള എൻ്റെ മട്ടാഞ്ചേരിക്കാരനായ ഒരു ക്രിസ്ത്യാനി പയ്യൻ, കറുത്തു മെലിഞ്ഞ ഒരു ക്രിസ്ത്യാനി പയ്യൻ, അത് ആ വാക്കുകൾ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. കറുത്തു മെലിഞ്ഞ ഒരു ക്രിസ്ത്യാനി പയ്യൻ, പട്ടന്മാർക്ക് മാത്രം ആധിപത്യമുള്ള കർണാടക സംഗീതത്തിൻ്റെ നടുക്കൊരു കസേര വലിച്ചിട്ടിരുന്ന സംഭവമാണ്. നാരായണഗുരു ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ സന്ദേശം മനുഷ്യൻ ഒന്നാണെന്നും മനുഷ്യൻ്റെ ഉള്ളിലെ വെളിച്ചമാണ് പ്രധാനമെന്നും ശരീരമല്ലെന്നും ജാതിയും മതവും അല്ലെന്നുള്ള വലിയ സന്ദേശത്തിൻ്റെ നേരെ കാണാൻ ദൃഷ്ടാന്തമാണ് യേശുദാസ്. എൻ്റെ ജാതിയോ എൻ്റെ രൂപമോ എൻ്റെ നിറമോ ഒന്നുമല്ല, എൻ്റെ പാരമ്പര്യമല്ല, എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നടുക്ക് വന്നിരുന്ന ഒരാളാണ്. അതിനൊരു നമസ്കാരം പറയുവാൻ നമുക്ക് കൃതജ്ഞരായിട്ടുള്ള മലയാളിക്ക് ഇതുവരെയും സാധിച്ചില്ല. അദ്ദേഹത്തെ ബഹുമാനം കിട്ടുന്ന സാധാരണ മനുഷ്യർക്ക് അദ്ദേഹം ദൈവം തന്നെയാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റി ഉള്ള എഴുത്തുകാർ, നേരത്തെ പറഞ്ഞതുപോലെ പത്മശ്രീയും പത്മഭൂഷണും നൽകി നമ്മൾ ആദരിക്കുന്ന എഴുത്തുകാരെയാണ്. ജ്ഞാനപീഠം കൊടുക്കുന്ന എഴുത്തുകാരനാണ്, ഗായകനല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു നമസ്കാരം, എൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചതിൽ യേശുദാസിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതി സച്ചിൻ തെണ്ടുൽക്കറെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ അതിനപ്പുറത്തോ കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എംടിത്തം എന്ന് പറഞ്ഞൊരു പുസ്തകം എംടിയെ പറ്റി ഇപ്പോൾ എഴുതിയത്. ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പുസ്തകം യേശുദാസിനെ പറ്റി അന്ന് എഴുതിയത്. ജ്ഞാനസ്നാനത്തെ പറ്റി കൂടി പറഞ്ഞിട്ട് എനിക്ക് ഗാന്ധിയെ പറ്റി പറയാനുള്ള കാര്യങ്ങളെ ഞാൻ വിടർത്തി പറഞ്ഞിരിക്കുന്നതാണ് ജ്ഞാനസ്നാനം എന്ന കഥ. നിയമലംഘനം എന്ന് പറയുന്ന ഒന്നിനെ സമരായുധമായിട്ട് സ്വീകരിച്ച ആളാണ് മഹാത്മാഗാന്ധി. നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് നമുക്കറിയാം. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു പ്രമാണം, ഒരു നിയമം എന്ന് പറയാവുന്ന ഒരു പ്രമാണം, ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്ന ഒന്നാണ്. നമ്മുടെ ഭാഗവതത്തിലുണ്ട് എന്ന് ഞങ്ങളുടെ കടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരു ഭാഗവത ആചാര്യൻ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിലെ കടന്നുപോയി ഞാൻ അറിയാതെ കേട്ടൊരു വാചകമാണ് ജീവോ ജീവസ്യ ജീവനം എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാം ഇതര ജീവനുകളെ ആഹാരമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. അന്നത്തെ കുട്ടിക്കാലത്തിൻ്റെ ആകാംക്ഷയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ സസ്യാഹാരികൾ, അപ്പോൾ മുതിർന്നവർ പറഞ്ഞത് സസ്യവും ഒരു ജീവനാണ്. നമ്മൾ ആഹരിക്കുന്ന എല്ലാം ഇതര ജീവനുകളിൽ നിന്ന്. പാല് കുടിക്കുമ്പോൾ അത് പശുവിൻ്റെയാണ്, ചുക്ക് മല്ലി മുളക് എല്ലാം സസ്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ ഇതര ജീവനുകളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആ നിയമത്തെ ലംഘിക്കുന്ന എന്തോ ഒന്ന് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഞാനിത് എഴുതിയത്. ജ്ഞാനസ്നാനം, അദ്ദേഹം ആ ജ്ഞാനത്തിൻ്റെ വിശുദ്ധത്തിൻ്റെ ഒരു കുളി, ഒരു ബാത്ത് നിർവഹിക്കുന്ന സംഗതിയാണ്. അത് ബാപ്പുവിൻ്റെ മുങ്ങിക്കുളിയായേണ്ടത് ബാപ്പു ബാപ്റ്റിസം ജ്ഞാനസ്നാനം ആയതായിരിക്കണം. ഉപ്പ് എന്ന് പറയുന്ന വസ്തു മാത്രമാണ് ഇതര ജീവനുകളിൽ നിന്നല്ലാതെ മനുഷ്യൻ ആഹരിക്കുന്ന ഒരേ ഒരു ഭക്ഷണ പദാർത്ഥം. ജലമുണ്ട്, അത് പക്ഷേ ജലം ഈറ്റില്ലമാണ്, അതിൽ നിന്നാണ് നമ്മുടെ പ്രാണൻ വന്നത്. പക്ഷേ ഇതര ജന്തുക്കളുടേതിൽ നിന്നല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു വസ്തു ഉപ്പാണ്. ആ ഉപ്പിനെടുക്കുമ്പോൾ ഈ പ്രമാണത്തെ, ഈ നിയമത്തെ ലംഘിക്കുകയാണ് ബാപ്പു മഹാത്മാഗാന്ധി ചെയ്തത്. അതായത് ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്നത് തെറ്റാണ് എന്നും മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇതര ജീവികൾക്കില്ലാതെ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഈ ജീവനിൽ നിന്നല്ലാതെ കിട്ടുന്ന ഈ വസ്തുവാണ് എന്നും ഒരു ഋഷിതുല്യമായിട്ടുള്ള ഉൾക്കാഴ്ചയുടെ മഹാത്മാഗാന്ധി കണ്ടെത്തിയ നിമിഷമാണ് ഉപ്പ് സത്യം. അല്ലാതെ ഈ ടാക്സിൻ്റെ കാര്യത്തിൽ ബഹളം വെച്ചതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ വില കുറഞ്ഞൊരു സാധനത്തിന് ടാക്സ് ഏർപ്പെടുത്തിയതിനെ പറ്റിയുള്ളതല്ല. അപ്പോൾ ഒരു പ്രമാണ ലംഘനം, ഒരു നിയമലംഘനം ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം എങ്ങനെയാണ് നിർവഹിച്ചതെന്ന് ഒരു എഴുത്തുകാരൻ്റേതായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കിയ നിമിഷത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതിയത്. മൂന്ന് വാക്കുകളാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത്. അത് അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്ന 3 വാക്കുകളാണ്. ഹിംസയ്ക്കെതിരായിട്ടുള്ള ആ ചേർത്ത് അഹിംസ ഉണ്ടാക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ പുതിയ വാക്കല്ല, മലകളോളം പഴക്കമുള്ളതാണ് അഹിംസ ഇന്ത്യയിൽ. സ്തേയം എന്ന് വെച്ചാൽ മോഷണമാണ്, ആ ചേർത്തിട്ട് അത് അസ്തേയം, മോഷ്ടിക്കരുത് എന്നൊരു വാക്കുണ്ടാക്കുന്നു. പരിഗ്രഹം എന്ന് വെച്ചാൽ പിടിച്ചുപറിയാണ്, അത് മോഷണമല്ല. മോഷണം എന്ന് പറയുന്നത് ബലവാനല്ലാത്ത ഒരാൾ രഹസ്യമായിട്ട് പോയി കട്ടെടുക്കുന്നതാണ്. പരിഗ്രഹം എന്ന് വെച്ചാൽ ബലവാനായ ഒരാൾ നിന്നെ ഞാൻ എടുക്കും, നീ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും, തട്ടിപ്പറിയാണ്. അപരിഗ്രഹം എന്നൊരു വാക്ക് അദ്ദേഹം സൃഷ്ടിക്കുന്നു. അങ്ങനെ അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്ന് പറഞ്ഞ 3 വാക്കുകൾ സൃഷ്ടിച്ച മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം തുടരുകയായിരുന്നുവെങ്കിൽ ഏത് വാക്കായിരിക്കും 4ാമതായിട്ട് സംഭാവന? ഇപ്പോൾ നമ്മുടെ വേദങ്ങൾ 4ആണ്,
നമ്മുടെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ 4ആണ്. അങ്ങനെ 4 നമ്മുടെ ഒരു രീതിയാണ്. 4ാമത്തെ ഒരു പദം അദ്ദേഹം സംഭാവന ചെയ്താൽ എന്തായിരിക്കും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ആ ജ്ഞാനസ്നാനം എന്ന കഥയുടെ അവസാനത്തെ വാക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ രസം പോകും എന്നുള്ളത് പറയുന്നില്ല. അതുകൊണ്ട് വായിക്കാൻ താല്പര്യമുള്ളത് വായിക്കട്ടെ. ഈ പുസ്തക വിൽപ്പനയുടെ ഒരു കേന്ദ്രം കൂടിയാവട്ടെ ഇത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു. മാധവൻ സാറിൻ്റെ തിരുത്തുപോലെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ജ്ഞാനസ്നാനം. ഇനി സംഘാടകർ അനുവദിക്കുകയാണെങ്കിൽ കുറച്ച് 1-2 ചോദ്യങ്ങൾക്ക് അല്ലേ? എഴുത്തുകാരൻ സ്വന്തം ഇമാജിനേഷൻ ഉപയോഗിച്ച് മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ചും മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും എഴുതുന്നതിനെ പറ്റി സാർ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ചും വെസ്റ്റേൺ രാജ്യങ്ങളിൽ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ മറ്റൊരു നാടിനോ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു റേസിലുള്ള ഒരാളെക്കുറിച്ച് ഇവനൊരു കഥാപാത്രമായി എഴുതിയാൽ പോലും അതിനെ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്യുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? നമ്മൾ ഈ എഴുത്തുകാർ ചെയ്യുന്ന യാഥാർത്ഥ്യത്തിൽ ബൗണ്ടറികളെ, അതിർത്തികളെ അതിലംഘിക്കാനുള്ള ശ്രമമാണ്. ഇത് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ദേശീയ കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന കവി ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗോർ മുതലായുള്ള ആളുകളുടെ കാലത്ത് എഴുതിയ ഒരുപാട് ദേശീയ ഗാനങ്ങളുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തെ പാകിസ്ഥാൻ ദേശീയയാക്കിയതിന് ശേഷം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം 1947 അത്രയും മുമ്പ് മരിച്ചുപോയ ആളാണ്. പാകിസ്ഥാൻ്റെ ദേശീയ കവിയായിട്ട് ഈ അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന മുഹമ്മദ് ഇക്ബാലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ പൊടുന്നതിന് ഈ ഇക്ബാലിൻ്റെ കവിതകൾക്കോ അദ്ദേഹത്തിൻ്റെ ഇതിനോ പ്രസക്തി വളരെ കുറഞ്ഞുപോയി. വാസ്തവത്തിൽ ഇക്ബാൽ ജീവിച്ചിരുന്നപ്പോഴും ടാഗോറുണ്ടായിരുന്ന കാലത്തും ഈ അതിർത്തികളെ അതിലംഘിക്കുന്ന മനുഷ്യത്വത്തെ പറ്റിയുള്ള ഒരു മാനവികതാ ബോധം കൊണ്ടാണ് അതായിരുന്നു അവരുടെ മഷിയിലെ പേന എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞാൽ വിശ്വഭാരതി എന്ന് പേരിടുമ്പോൾ, ആകാശവാണി എന്ന് പേരിടുമ്പോൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ടാഗോർ എഴുതി കൊടുക്കുമ്പോൾ, ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതാൻ അദ്ദേഹത്തെ ആദ്യം ചുമതലപ്പെടുത്തിയത് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വലിയ ഈ അതിർത്തികൾക്കപ്പുറത്തുള്ള ഒരു സംഗതിയെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഇപ്പോൾ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരനെ കണ്ടപ്പോൾ അശ്വിൻ ശേഖർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ, പുതിയ കാലത്തിൻ്റെ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം രാകേഷ് ശർമ്മയോട് സംസാരിച്ചതിനെ പറ്റി എന്നോട് പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് അവിടെ ചെന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞത്, നമ്മൾ ഈ അതിർത്തികളും രാജ്യങ്ങളുമായിട്ട് കണ്ട് വിഭാഗീയമായിട്ട് ചിന്തിക്കുന്നതിന് എന്ത് വിഡ്ഢിത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രപഞ്ചത്തെ ഇങ്ങനെ കാണാൻ സാധിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ കണ്ണ് ആദ്യമായിട്ട് പ്രപഞ്ചത്തെ കാണുകയാണ്. ഭൂമിയൊക്കെ ദൂരെ ഒരു ചെറിയ പൊട്ട്, അതുപോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങൾ, 10,000-കണക്കിന് നക്ഷത്രങ്ങൾ, ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, ഇതിൻ്റെ വിദൂര ദർശനം കണ്ട നിമിഷത്തിൽ അദ്ദേഹം തോന്നിയത് എത്ര മണ്ടത്തരാണ് ഈ ഭൂമിയിൽ കിടന്ന് നമ്മൾ കാണിക്കുന്നതാണ്. ഈ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ UP-യിലെ ബറൈലി എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു പ്രധാന അധ്യാപകനെ പിരിച്ചുവിടുകയും ക്ലാസ് ടീച്ചറെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന ഒരു സംഭവം 24 ആദ്യം ഉണ്ടായി. അതിൻ്റെ കാരണം ഇക്ബാൽ എഴുതിയ ഒരു കവിത അവിടെ പ്രാർത്ഥനാ ഗീതമായിട്ട് ആലപിച്ചു എന്നാണ്. ആ പ്രാർത്ഥനാഗീതത്തിൽ ഈശ്വര എന്ന് വിളിക്കുന്ന എല്ലായിടത്തും അല്ലാഹ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അതാണ് എഴുതേണ്ടത്, അദ്ദേഹം അത് തന്നെയാണ് എഴുതേണ്ടത്. നമ്മുടെ ജ്ഞാനപ്പാന അല്ലെങ്കിൽ ഹരിനാമകീർത്തനം നാരായണായ നമ എന്ന് അവസാനിക്കുന്ന വാക്ക് അല്ലാഹു എന്നോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ടിരിക്കുന്ന മാറ്റിലും അർത്ഥവ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ സർഗാത്മകത എന്ന് പറയും. ഇപ്പോൾ ലഹള സംഘടിപ്പിച്ചുവെന്നും മതകലഹത്തിന് ആഹ്വാനം ചെയ്തു എന്നും പറയുന്ന അന്ന് ഈ ഭാരതീയ ന്യായ സംഹിത ആയിട്ടില്ല, പഴയ IPC തന്നെയാണ്. IPC പ്രകാരം 2 വിഭാഗങ്ങളിൽ കേസ് എടുത്തിട്ട് അവരെ ഒഴിവാക്കി. അതിൻ്റെ കാരണം ഇക്ബാലിൻ്റെ കവിത ചൊല്ലി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഇക്ബാലിൻ്റെ കവിതയാണ് ഇന്ത്യയെ പറ്റി നമ്മൾ എല്ലാ കാലത്തും ഏറ്റവും വലിയ ദേശഭക്തി ഗാനമായിട്ട് ചൊല്ലുന്ന സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന പാട്ട്. അതെഴുതി ഇക്ബാലാണ്. പാകിസ്ഥാൻ ദേശീയ കവിയുടെ പാട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശഭക്തി ഗാനം. രാകേഷ് ശർമ്മയോട് ഇന്ദിരാഗാന്ധി ഇവിടെ നിന്ന് കമ്പിയില്ല കമ്പി വഴി അവിടെ നിന്ന് ഈ നീലഗ്രഹത്തിൽ ഇന്ത്യയെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ അതിലൂടെ വിദൂര വിനിമയവും ഉപകരണത്തിലൂടെ പറഞ്ഞ വരി സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള വരിയാണ്. അത് നമ്മൾ പുളകുണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പാകിസ്ഥാൻ്റെ ദേശീയ കവി, നമ്മൾ ബാൻ ചെയ്തിട്ടുള്ളൊരു കവി എഴുതിയ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു ഗാനമാണ്. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണാൻ ഭാഗ്യം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ കണ്ണുകൾ അത് കണ്ടിട്ട് പാടാൻ തിരഞ്ഞെടുത്ത വരികൾ അതാണ്.
അപ്പോൾ ഇത് സങ്കുചിതത്വം എന്ന ഒറ്റ വാക്കുകൊണ്ട് അതിനെ പറയാൻ പറ്റുള്ളൂ. ഇത് എന്തിനെയാണോ സാഹിത്യം ഭേദിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പേരാണ് സങ്കുചിതത്വം എന്ന് പറയുന്നത്. അതിർത്തികൾ ചെറുതാവുക, ക്ഷുദ്രമാവുക എന്നുള്ള സംഗതിക്ക് എതിരാണ് സാഹിത്യം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഏത് മേഖലയിലും അതിൻ്റെ വ്യത്യസ്തമായ മാനിഫെസ്റ്റേഷൻസ് കണ്ടാൽ നമ്മൾ ഇതിനെ എതിർക്കേണ്ടതാണ്.